പാരന്റിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ഇന്ന് നമുക്ക് ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി സംസാരിക്കാം. 5 സൈൻസ് ഓഫ് ടോക്സിക് പാരന്റിങ്. ഫസ്റ്റ് വൺ പറയുന്നത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആണ്. കോൺസ്റ്റന്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അല്ലെങ്കിൽ അത് എന്ത് പറ്റി അങ്ങനെ ചെയ്യാത്തെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടി എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10ൽ 9 മാർക്ക് വാങ്ങി വന്ന കുട്ടിയെ നമ്മൾ ചോദിക്കും ബാക്കി ഒരു മാർക്ക് എവിടെയെന്ന് ചോദിക്കും. അല്ല 9 മാർക്കിന് നമ്മൾ അനുമോദിക്കുന്നതിന് പകരം ആ ഒരു മാർക്കിനായിരിക്കും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് വൺ പറയുന്നത് ലാക്ക് ഓഫ് ബൗണ്ടറീസ് ആണ്. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞ് ഒരു 10-11 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും കുട്ടി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പാരന്റ്സ് എപ്പോഴും നോക്കണം. തേർഡ് വൺ പറയുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. +2 കഴിഞ്ഞൊരു കുട്ടി ഏത് സ്ട്രീം എടുക്കണമെന്ന് കുട്ടി ഓൾറെഡി ചോയ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പാരന്റ് അതിന്റെ മുകളിൽ ഒരു ചോയ്സ് എടുക്കുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ ഒരു ആഗ്രഹം +2 കഴിഞ്ഞ് BBA BCom പോലത്തെ കോഴ്സുകൾക്ക് പോകണം എന്നായിരിക്കും. പക്ഷെ ഒരു പാരന്റ് പറയാണ് അത് വേണ്ട, ഒരു നോർമൽ സ്റ്റീരിയോടൈപ്പ് പോലെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെ ആയാൽ മതി, അതാണ് എൻ്റെ അഭിമാന പ്രശ്നമാണ്, അല്ലെങ്കിൽ നീ അത് എടുത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുട്ടി എപ്പോഴും ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അതൊരു സൈൻ ഓഫ് ടോക്സിക് പാരന്റിങ് ആണ്. ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് കമ്പാരിസൺ ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ് കമ്പാരിസൺ ടു അതേഴ്സ്. ലൈക്ക് കുട്ടി എന്ത് ചെയ്താലും കമ്പയർ ചെയ്യുക. ആ കുട്ടി അങ്ങനെ ചെയ്തില്ല, നീ ആ കുട്ടിയെ കണ്ടുപിടിക്ക്, അവന് നോക്കാം, അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ എപ്പോഴും കമ്പയറിങ് നടത്താറുണ്ട് നമ്മൾ. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് നമ്മളെ കുട്ടി ഇമോഷണൽ വാലിഡേറ്റ് ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു കുട്ടിയാണെങ്കിലും കുട്ടിക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ അവർക്ക് വലിയൊരു കാര്യമായിരിക്കും. പക്ഷെ ചില പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അവർ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാതെ അതൊക്കെ ചെറിയ കാര്യമല്ലേ, സില്ലി കാര്യമല്ലേ, ഇതിനാണ് ടെൻഷൻ അടിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അത് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. ഇതാണ് ലാസ്റ്റ് വൺ ആയിട്ടുള്ള ഇമോഷണൽ വാലിഡേഷൻ. അപ്പം ഇതൊക്കെയാണ് 5 സൈൻസ് ഓഫ് ടോക്സിക് പാരന്റിങ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പെർഫെക്റ്റ് പാരന്റ്സ് ആവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ണടച്ച് ചില ഇമോഷൻസിനൊക്കെ നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുത്ത് വാലിഡേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു പാരന്റ്സ് ആയിട്ട് മുന്നോട്ട് പോകാം.